ഹായ്. ഈ ചിരിയുടെ പിന്നിൽ വേറെ ഒന്നുമല്ല, അവളെ അച്ഛൻ ദുബായിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷ വാർത്ത കേട്ടിട്ടാണ്. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്നുള്ള കാര്യം. അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അവൾക്ക് വിശ്വാസമായിട്ടില്ല. അപ്പം അങ്ങനെ ഇന്നൊരു വിശ്വാസമായിട്ടുണ്ട്. ഇത് ആദിക്കുട്ടൻ എണീറ്റിട്ടുണ്ട്. അങ്ങനെ ആദിക്കുട്ടനും പാറുക്കുട്ടി ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് സ്നാക്സിനായിട്ട് കോഴിമുട്ടിയും പഴമാണ്. അങ്ങനെ ഫുഡിന് ഞാൻ ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ അവൾക്ക് മുട്ട കുഞ്ചി പറ്റൂല മുട്ടയത്തെ. അപ്പോൾ ആ കുഞ്ചി പറ്റുന്ന ആൾ ആദിക്കുട്ടനാണേ. അങ്ങനെ ഇതാ ആദിക്കുട്ടനും പാറുവിനും അച്ഛൻ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര ഹാപ്പിയിലാണ് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പി കേട്ടോ. അങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനെ കളിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് അവർ. പിന്നെ ഇതാ ആദിക്കുട്ടൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് മുട്ട, ചിക്കൻ, മീൻ ഇതൊക്കെ നന്നായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ഇതാ മുട്ട പുഴുങ്ങി കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ പുഴുങ്ങിയ മുട്ട ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇതാ പാറുക്കുട്ടിക്ക് എന്തോ ഒരു പരാതി ഉണ്ടായിരുന്നു, എന്തോ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇതാ സ്കൂളിൽ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ അവളെ. പിന്നെ ഇത് ആദിക്കുട്ടൻ ഉറങ്ങുമ്പോൾ മാത്രമേ പൊട്ടിട്ട് കൊടുക്കാറുള്ളൂ. ഭയങ്കര വികൃതിയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പൊട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കാനും ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ചിക്കനാണ്. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ഇതാ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഉപ്പ്, അതുപോലെ തന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇതാ ഇഞ്ചി പേസ്റ്റ് ഇട്ടിതാ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ടിതാ നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ. കോൺഫ്ലോർ പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ മാറ്റി വയ്ക്കുക. പിന്നെ ഇതാ കുറച്ച് ഉഴുന്നതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇതാ ഉഴുന്ന്, അതേപോലെ പച്ചരി, കുറച്ച് ഉലുവയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. പാറുക്കുട്ടിക്ക് വൈകുന്നേരത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതാ ചിക്കൻ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്കിന്ന് നെയ്ച്ചോറായിരുന്നു. ഇങ്ങനെ ഈ നെയ്ച്ചോറിൽ ഉള്ളി കുറേ വാട്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, ആ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആദ്യക്കൂട്ടം ചിക്കന് കരഞ്ഞപ്പോൾ കുറച്ച് ചോറും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ ഞാൻ വാരിക്കൊടുത്ത് വയറ്റിലാക്കിയിട്ടുണ്ട്. ബാക്കി അവൻ ഒറ്റയ്ക്ക് കഴിക്കണം, ഭയങ്കര കുറുമ്പ്. അങ്ങനെ കറിക്ക് ഇതായി ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കുക. കരിവേപ്പിൻ്റെ ഇല, തക്കാളി, ഉള്ളി, ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതുപോലെ നന്നായിട്ട് വാടി വന്നതിന് ശേഷം മാത്രമേ മസാലയും കാര്യങ്ങളും ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ നന്നായിട്ട് അങ്ങനെ ഇട്ടാൽ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് വാടി വന്ന വേറൊരു ടേസ്റ്റ് ആണല്ലോ. അങ്ങനെ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് തട്ടിക്കൂട്ടിൽ ഞാൻ കുറച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. 11 മണിയാകുമ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കും. അങ്ങനെ ഞാൻ നന്നായിട്ട് മസാലകളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് വാടിയിട്ടുണ്ട്. അങ്ങനെ ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചതാ. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ചിക്കൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിക്കനൊക്കെ ഇട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യക്കുട്ട ഭയങ്കര കരച്ചില്ല. അവൻ എന്താണെന്നറിയില്ല, അവന് നന്നായിട്ട് ഉറക്കം വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ഈ ചിക്കൻ ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അവനെ ഉറക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കരിഞ്ഞോ എന്തോ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ എന്താ അറിയില്ല. അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി, കരിവേപ്പിൻ്റെ ഇല ഇട്ട് നന്നായിട്ട് വാട്ടിയിട്ട് വെന്ത ചിക്കൻ്റെ മേലെ കുറച്ച് ഒഴിച്ചു കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ചെറിയ ഉള്ളിയിൽ വാട്ടിയിട്ട് വറവിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പണികളൊക്കെ ഒന്ന് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുടച്ച് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കഴുകി വയ്ക്കാൻ വേണ്ടിയിട്ട്. അത് കഴുകാനുള്ളൊരു ടൈം എനിക്ക് കിട്ടിയിട്ടില്ല. ആദ്യക്കൂട്ടനെ വീണ്ടും ഉണർന്നിട്ടുണ്ടായിരുന്നു. അവനെ ഉറക്കി സെറ്റാക്കിയിട്ടുണ്ട്. അവൻ നല്ല ഉറക്കത്തിലാട്ടോ. പാറുനി പച്ചരി അടിച്ച് ദോശ പറ്റൂല. അപ്പോൾ അവൾക്ക് പറ്റിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വലിയൊരു പഴം ഇട്ടിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. നേന്ത്രപ്പഴം ഇട്ടാണ്ട് അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൾക്ക് പറ്റുമോ എന്താ അറിയില്ല, ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല എല്ലാം അടുക്കി ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ കുറച്ച് വെള്ളം കൂടിൻ്റെ കുറവുണ്ടായിരുന്നു. അങ്ങനെ വെള്ളം കുടിക്കാൻ കുറച്ച് കുറവാണേ. അങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടോ. അങ്ങനത്തെ പാറുക്കുട്ടിനെ സ്കൂൾ വിട്ട് വരാറായിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനത്തെ പാലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പാൽ. വേറെ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിലും പാല് നന്നായിട്ട് കുടിക്കും കേട്ടോ. അങ്ങനെ പാല് അവൾക്ക് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി സ്റ്റാൻഡിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു മോറാൻ വേണ്ടിയിട്ട്. ഉച്ചയ്ക്ക് മോറിയിട്ടില്ലായിരുന്നു ആദ്യക്കൂട്ടൻ്റെ കരച്ചിൽ കാരണം. അങ്ങനെ സ്പൂണായിട്ടും ഗ്ലാസ്സായിട്ടും എല്ലാതും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാതും മോറി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ
പച്ചരി ഉഴുന്ന് എല്ലാം മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. പാറുക്കുട്ടി വരുമ്പോഴേക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരത്തേക്ക്. അങ്ങനെ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടെ നന്നായിട്ട്. അവൾക്ക് ഇങ്ങനത്തെ ഒരു അപ്പം കാണുന്നതിന് അവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് പഴങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊന്ന് ചുരുട്ടി എടുത്തിട്ടുണ്ട്. അവൾ വേറെ ആകൃതിയിലാണെങ്കിൽ അവൾക്ക് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് ഒരു ഫേവറായി വരുമ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പാറിന് എന്താണെന്നറിയില്ല, ഉഴുന്നിട്ട ഒരു സാധനം അവൾക്ക് തീരെ ഇഷ്ടമില്ല. ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, എന്താണെന്നറിയില്ല. പിന്നെ കുറച്ച് നേരം മേലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിയിലെത്തി പാപ്പൻ്റെ വണ്ടിയിൽ കുറച്ച് നേരം അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പാറക്കുട്ടി വന്നിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയിലായിട്ടുള്ള ആദിക്കുട്ടനെ കണ്ടപ്പോൾ അതിൻ്റെ ഓട്ടത്തിലാണ്. അങ്ങനെ ആദിക്കുട്ടനോട് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ആദ്യം കാത്തിരിക്കുകയായിരുന്നേ. അങ്ങനെ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഞാൻ നന്നായിട്ട് കൈ കഴുകിയിട്ട് കയറ്റാറുള്ളൂ. മേല് കഴുകാറുണ്ട്. അവളെ ചില വാശിക്കാരൻ അവൾക്ക് ചില സമയത്ത് അവൾ സമ്മതിക്കാറില്ല. അങ്ങനെ കൈയും കാലും ഒക്കെ നന്നായിട്ട് കഴുകിപ്പിക്കാറുണ്ട്. അൻവാഷിട്ട് കളിക്കാനുള്ള ധൃതിയിലാട്ടോ. കഴിയ മര്യാദയ്ക്ക് കഴുകണില്ല, വേഗം ഓടിപ്പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം കുറച്ച് സന്ധ്യ നേരത്തെ അവൾക്ക് കടയിൽ മിഠായി വേണമെന്ന് പറഞ്ഞപ്പോൾ മിഠായിയൊക്കെ വാങ്ങി വന്നിട്ടോ ഞങ്ങൾ. പിന്നെ അതേപോലെ തന്നെ അവൾ ഭയങ്കര ഹാപ്പിയാണ്. എന്താണെന്നറിയില്ല, അച്ഛൻ വരുന്നുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം തുടങ്ങിയ ഹാപ്പി കേട്ടോ. പിന്നെ അതുപോലെ ഇന്ന് രാത്രിക്ക് ഞങ്ങൾക്ക് ചെറുപയറും ചോറുമാണേ. അങ്ങനെ ചെറുപയറും ചോറും പിന്നെ നാളെ രാവിലേക്ക് വേണ്ടിയിട്ട് ഉഴുന്ന് അരച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നലെ വീഡിയോസ് ഇട്ടിരുന്നു ഒരു ഡ്രസ്സിൻ്റെ, അതിൻ്റെ പിക്കാട്ടോ. ചെറുതായിട്ടൊരു ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു, റൂമിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.